ഹായ് കൂട്ടുകാരെ, നമ്മുടെ പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഒരു സന്ധ്യ നേരമാണേ. ഉണ്ടോ, നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ഇതാണ്. ഒരു ചെറിയ മഴയിരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ അമ്മ ഇതാ നാളത്തേക്കുള്ള നമുക്ക് തോരനുള്ള ചീനിയമിരിക്ക പറിക്കുവാണ്. അപ്പോൾ ഇനി വെള്ളം നനയ്ക്കണം അല്ലേ അമ്മ ഇതിനൊക്കെ? ഇനി അപ്പോൾ വെള്ളം നനയ്ക്കണം. അമ്മ ഇതാ നാളത്തേക്കുള്ള ചീനിയമിരിക്ക പറിക്കുവാണ്. അങ്ങനെ അടുത്തത് നമുക്ക് പയറ് 2 പാകമായിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അതിൻ്റെ വള്ളി പടർത്തി വിടണം. അപ്പോൾ അമ്മ അത് ചെയ്യുവാണ്. എൻ്റെ വള്ളി ഇങ്ങോട്ടേക്ക് കുറച്ചും കൂടെ തട്ടിട്ടായിരുന്നു, കാരണം ആ വള്ളി പടർന്ന് വരാൻ കണക്കിന്. അപ്പോൾ അത് ആദിക്കുട്ടനും അമ്മയും കൂടെ ചെയ്യുവാണ്. കണ്ടു മക്കളെ, കണ്ട്. പിന്നെ ഒരു കത്തിരിക്ക കിട്ടി അതിൻ്റെ ഇടയിൽ നിന്ന്. അതും പറിക്കാം. അങ്ങനെ മീറ്റർ പയർ കണ്ടു. മീറ്റർ പയർ 2, ഒരു ബിഗ് ഒരു സ്മാളും കിട്ടി ആദിക്കുട്ടന്. ഇനി ഇവിടെ ഒരു കത്തിരിക്കയുണ്ട്, അതും കൂടെ പാകമായി. അപ്പോൾ നമുക്ക് ഡെയിലി എന്തെങ്കിലുമൊക്കെ കറിക്കും കൂട്ടാനും കൊള്ളയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടണുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ മുറ്റത്തെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടിയ പച്ചക്കറികൾ. അപ്പോൾ ഇനി നമുക്ക് തൊഴുത്തിലോട്ട് പോവാം. ഇങ്ങനെ വൈകിട്ടായപ്പോൾ നമ്മുടെ കൊക്കുകുട്ടനും എത്തി. കൊക്കുകുട്ടൻ നമ്മുടെ കന്നുക്കുട്ടിയുടെ ദേഹത്തുള്ള പ്രാണികളെയൊക്കെ കൊത്തി കഴിക്കുവാണ്. എല്ലാവരും കൂട്ടിൽ കയറാനുള്ള തിടുക്കത്തിലാണ്. നമ്മുടെ മണിത്താറാവ് ടോമി കൂട്ടിലല്ലേ, എല്ലാവരും അങ്ങനെ കൂട്ടി കയറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മുടെ എസ്തേർ ഇവിടെ നിൽക്കണു. ചില പശുക്കളൊക്കെ ഇവിടെ എവിടെയൊക്കെ നിൽക്കുവാണ്. നമ്മുടെ എസ്തേർ. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഇതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെ കന്നുകുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോൾ, അതായത് പശുവിൽ നിന്നല്ല കുടിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുവാണെങ്കിൽ കുപ്പിയിലായാലും പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വയറിൽ അസുഖങ്ങൾ മാറാനൊക്കെ നല്ലതാണ്. അതുപോലെ HF ബ്രീഡാകുമ്പോൾ പൊക്കിള് ചീത്തയാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതിൽ നിന്നൊക്കെ ഈ മഞ്ഞപ്പൊടി ഇട്ട് പാല് കൊടുക്കുമ്പോൾ ഒരുവിധം വരെ രക്ഷപ്പെടുത്തിയെടുക്കാം HF ബ്രീഡുകളെ. അപ്പോൾ കൊടുക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ 1 മാസം കഴിയുമ്പോൾ കഞ്ഞിവെള്ളം കൊടുത്തു തുടങ്ങും. കഞ്ഞിവെള്ളം കൊടുക്കുമ്പോഴും അതിലും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്ന് പറഞ്ഞു തരാനുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്ധ്യാസമയത്ത് ഇവിടുത്തെ വിശേഷങ്ങൾ. നക്കിട്ട് സ്നേഹം കൊണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ ഫാമിംഗ് വീഡിയോ, നമ്മുടെ ഡയറി ഫാമിംഗ് വീഡിയോ കാണുന്നവരിൽ എത്ര പേര് PSCക്ക് ട്രൈ ചെയ്യുന്നുണ്ട്? നമ്മളെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ എത്ര പേര് ഇങ്ങനെ PSC പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നവരുണ്ട്? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യണേ. അവർക്ക് കമന്റ് ചെയ്യാനായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. പാലിന്റെ pH വാല്യൂ എത്രയാണെന്ന് നമ്മുടെ PSC ട്രൈ ചെയ്യുന്ന ഫാമിംഗ് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പാലിന്റെ pH വാല്യൂ എങ്ങനെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ സ്റ്റഡി ടിപ്പുകൾ, നിങ്ങൾ പഠിക്കുന്ന എങ്ങനെയൊക്കെയാണെന്നൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ വരുന്ന നമ്മുടെ വീഡിയോകളിലും pH സംബന്ധമായ കാര്യങ്ങളും കുഞ്ഞു ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ ആയിട്ടെന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാം. ഇൻട്രസ്റ്റ് ഉള്ളവർ കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് സാധാ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കും പോലെ തന്നെ നമ്മുടെ ഫാമിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് പോവാം. ഇല്ലെങ്കിൽ ഫാമിങ്ങും PSC പഠിത്തവും ഒക്കെ ആയിട്ട് പോവാം. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരെ കമന്റ് ചെയ്യണം. പശു വളർത്തലും PSC പഠിത്തവും വരുന്ന LDC എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇവിടെ ഞാൻ LDCക്ക് ട്രൈ ചെയ്യണുണ്ട്. ഞാൻ കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല.
വീട്ടിലിരുന്ന് സെൽഫ് സ്റ്റഡിയാണ്. എൻ്റെ അനിയനും PSC LDക്ക് വേണ്ടി ട്രൈ ചെയ്യണുണ്ട്. അവനും കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല. ഞങ്ങൾ വീട്ടിലിരുന്ന് സെൽഫ് സ്റ്റഡിയാണ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടുന്നുള്ളവർക്ക് കമൻറ്റിൽ എന്താ നമ്മുടെ പാലിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടാം. എന്തോ അത് ഇങ്ങനെ കൂട്ടുകാരൊക്കെ കൂട്ടിനകത്ത് കയറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തൊഴുത്തിനകമൊക്കെ ഇങ്ങനെ ഇരുട്ടിട്ട് തുടങ്ങിയാണ്. 7 മണിയൊക്കെ ആവറായതുകൊണ്ട് മഴ ഇരുട്ടും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ടു. നമ്മുടെ ഫാമിലെ പെൺകുട്ടികൾക്ക് അതാ വെട്ടം കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം. എന്നാൽ വൈകിട്ടുള്ള വിശേഷം. ഓരോ ദിവസം ഓരോ വിശേഷങ്ങളാണല്ലോ വീടുകളിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം പറഞ്ഞു, ടിപ്പ് പറഞ്ഞു തന്നു കന്നുകുട്ടികളെ നോക്കുന്ന കാര്യം. പിന്നെ പറഞ്ഞു PSCയുടെ വിശേഷം പറഞ്ഞു. അപ്പോൾ ഇന്ന് പോലീസിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലേ, അതിൽ ആരൊക്കെ നമ്മുടെ ഫാമിംഗ് കൂട്ടുകാർ ആരൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാം. നമ്മുടെ ഇന്ന് വന്ന PSC ലിസ്റ്റില്, പോലീസിന്റെ ലിസ്റ്റില്. അങ്ങനെ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും. ബൈ.